ഹലോ. അപ്പൊ ഇന്ന് ഞാൻ വിശേഷം പറയാൻ പോകുന്നത് ഞങ്ങളെ ഡാൻസ് പ്രാക്ടീസിനാണ്. വേറെ പരിപാടിക്കും അല്ല, കിച്ചന്റെ കല്യാണത്തിന് ഞങ്ങൾ അമ്മമാരുടെ ഒരു ഡാൻസ് പ്രോഗ്രാം വെക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാനും എന്റെ അമ്മയും ശൃംഗേരയും കിച്ചന്റെ അമ്മയും ജയന്തി ഞങ്ങള് ഇവർ രണ്ടുപേരും വെച്ചാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അബിയും അൻസിയും വന്നപ്പം ജീജാജിനെയും കൂടെ പഠിപ്പിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ പരിപാടി വെപ്പിച്ചു. അതിന് അനുസരി ഇപ്പൊ ഡാൻസ് പ്രാക്ടീസിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷിജാനെ കൊണ്ടുപോയി അവിടുന്ന് പഠിപ്പിക്കാന്നൊക്കെ അവളും ഉറപ്പി തന്നു. അതുകൊണ്ട് ഞങ്ങള് ഇപ്പം ജയന്റിനെയും എന്റെ അമ്മേനെയും ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഞാനും ശൃംഗയും കിച്ചയും എല്ലാവരും കൂടെയാണ് സെറ്റാക്കുന്നത്. ഞങ്ങള് ഇംഗ്ലീഷ് എന്നുള്ള പാട്ടില്ലേ ശ്രീദേവിയുടെ, അപ്പൊ അതിൽ ശ്രീദേവി കളിച്ച ഡാൻസിന്റെ ചെറിയ സ്റ്റെപ്പൊക്കെയാണ് അമ്മേനെയും ജയന്റിനെ പഠിപ്പിക്കുന്നത്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് ചിരിച്ചു, കളിച്ചു. ഈ രാത്രി 12 മണിക്കൊക്കെയാണ് ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതെന്ന് ഓർക്കണം. കാരണം ദുദു ഉറങ്ങണം, അവന്റെ വാശിയൊക്കെ മാറ്റി വെച്ച് അവന്റെ കളിയൊക്കെ മാറ്റി വെച്ചിട്ട് അവനൊന്ന് ഉറക്കി സെറ്റാക്കിയിട്ട് വേണം പരിപാടിയിലേക്ക് തുടങ്ങാൻ. എന്നാൽ അതൊക്കെ നല്ല രസകരമായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടുന്നത്. കിച്ചയുടെ കല്യാണം ആ ഒരു ഭയങ്കര ഒരു ഞങ്ങൾക്കൊരു സംഭവം തന്നെയായിരുന്നു. എല്ലാവരുടെ ഒത്തുകൂടൽ ഒരുപാട് കാലത്തിന് ശേഷമാണ്. പിന്നെ അച്ഛൻ പോയതിനു ശേഷവും അമ്മയും ജയന്റിയും ഒക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നതും അല്ലെങ്കിൽ അത്രയും സന്തോഷിക്കുന്നതും ഒക്കെ ഒരുപാട് കാലത്തിന് ശേഷമാണ്. അമ്മയും നല്ലതായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അവരെ പരിപാടി ഏകദേശം അവരെ ഒരു സെറ്റാക്കി വെച്ചു. അവരോടെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. ഞങ്ങള് കുറെ പാട്ടുകൾ മാഷപ്പ് പോലെ വെച്ചിട്ടാണ് എല്ലാ പാട്ടും ഞാനാണ് സെറ്റാക്കിയത് കേട്ടോ. അപ്പൊ അതൊക്കെ മാഷപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്യാന്ന് വെച്ചത്. അതിനിടയ്ക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരു റീല് ചെയ്യാൻ തോന്നി. പിന്നെ റീൽ ആവട്ടെ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചു. ലാലേട്ടൻ്റെ ഒരു പാട്ട് വെച്ചാണ് ഞങ്ങൾ റീൽ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാവരും നല്ല ഡാൻസേഴ്സ് ആണ് കേട്ടോ ഇതില്, ഞാൻ ഒഴിച്ച്. ശൃംഗ നല്ല അസൽ ഡാൻസ് ആണ്. അരങ്ങേറ്റത്തെ കുറിച്ച് ഒരുപാട് കാലം ഡാൻസ് ഒക്കെ പഠിച്ചാണ്. ഇപ്പൊ അത്ര ഡാൻസ് ചെയ്യുന്നില്ല, അവളുടെ ജോലി തിരക്കൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ഡാൻസറാണ്. കിച്ചയും നന്നായിട്ട് ഡാൻസ് ഒക്കെ അവൾക്ക് ഒരു സ്റ്റെപ്പ് ഒരു തവണ കാണിച്ചു കൊടുത്താൽ മതി. എന്റെ കല്യാണത്തിനൊക്കെ അവള് ഒരു എന്താ പറയുക പെട്ടെന്ന് ആണ് അവള് ഡാൻസ് ഒക്കെ പഠിച്ചെടുത്തത്. അതുപോലെ അനുശ്രീയും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു. പിന്നെ മുല്ലപ്പൂമ്പൊടി കേട്ട് കിടക്കുന്ന പറയുന്ന പോലെ അബിയുടെ ഒരു കൂടെ ആയതുകൊണ്ട് അതിന്റെ ഒരു വൈബ് കിട്ടിക്കാണല്ലോ. അബി പിന്നെ പറയണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രഭുദേവ എന്നാണ് അവനെ പറയാറ്. അത്രയും സൂപ്പർ ആയിട്ട് അവൻ ചെയ്യും. അവൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടാൽ അറിയാം. പിന്നെ ഞാൻ ഇവരെ എല്ലാവരെയും ഓളത്തിന് ചെയ്യുന്നതാണ്, ഒരു വൈബില് കൂടെ കൂട്ടുന്നു, അല്ലാതെ അറിഞ്ഞിട്ടൊന്നുമില്ല, ഒരു രസത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ ഈ കൂടുതൽ ഞാൻ പറയുന്നതാണ് ഇവർക്ക് എല്ലാം. ഞാൻ പറഞ്ഞ പിന്നെ ഒരു അപ്പീലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ദം.